ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്ന് വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്, ഒരുപാട് പേരുടെ എനർജി ഉണ്ടാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി കൂടുതലും ഇതിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇതുവരെയുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. ബി പോസിറ്റീവ്, എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കട്ടോ. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നമുക്ക് നോക്കാം. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. 6 of Cups, Moon card, 7 of Pentacles, King of Cups, 5 of Swords, 10 of Pentacles, Ace of Wands, 3 of Wands. Ace of Cups ആണ് ബോട്ടം എനർജി. ഓക്കെ, കാർഡുകൾ അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 6 of Cups, Moon, 7 of Pentacles, King of Cups, 5 of Swords, 10 of Pentacles, Ace of Wands, 3 of Wands, Ace of Cups ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്, ഹാപ്പി മെമ്മറീസ് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ 6 of Cups കാണിക്കുന്നത്. ഓക്കെ, അതൊന്നുകിൽ നിങ്ങളോടൊപ്പം ചെറുപ്പകാലങ്ങളിൽ ചിലവഴിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനുള്ള വ്യക്തികൾ ചിലപ്പോൾ വിട്ടുപോയി തിരിച്ചു വന്നതിലായിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ചില വ്യക്തികൾക്കൊക്കെ ഇന്ന് ഒരു റിയൂണിയൻ ഉണ്ടാവാനുള്ള ചാൻസ് ആണ് ഇവിടെ പറയുന്നത്. മുമ്പ് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ വന്നിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ആ വ്യക്തി നിങ്ങളിലേക്ക് ഇന്ന് മടങ്ങി വരികയോ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഹാപ്പി മൊമെന്റ് സമ്മാനിക്കുകയോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് തരികയോ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ 6 of Cupsൽ പറയാനുള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഒരു നെസ്റ്റാൾജിയ ഉണ്ടാവുന്നു എന്നുള്ള തരത്തിലൊരു എനർജിയാണ്. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒത്തുചേരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുമ്പ് നിങ്ങൾ കളിച്ചു വളർന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറീസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് 6 of Cupsന്റെ എനർജി ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഓർക്കുകയാണ് ഇന്നത്തെ ദിവസം. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യുന്നതുമായിരിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ ബാല്യകാലത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും ഷെയർ ചെയ്യുന്നതുമായിരിക്കാം എന്നുള്ളതാണ് 6 of Cupsൽ കാണിക്കുന്നത്. ഓക്കെ, ചിലർക്ക് ഇത് ഒരു പ്രൊട്ടക്ഷൻ്റെ കാർഡും കൂടി കേട്ടോ. അതായത് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാർഡാണ്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലൊരു കാർഡാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് അവൈലബിൾ ആകും എന്നുള്ളതാണ്. ക്ലോസ് ഫ്രണ്ട്സ്, ഫാമിലി, ചിലപ്പോൾ ബ്രദറോ സിസ്റ്ററോ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ കൂടുതലും കാലങ്ങളിൽ ഇടപഴകിയിട്ടുള്ള വ്യക്തികൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നു എന്നുള്ളതാണ് 6 of Cupsന്റെ എനർജിയിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണുന്നു. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ചെയ്തിട്ട് മറന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങളുടെ പിന്നീടുള്ള തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നിങ്ങൾ ചെറുപ്പകാലങ്ങളിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ അത് ഓർക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെമ്മറീസ് നിങ്ങൾക്ക് വരിക, അത് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇന്ന് ചെയ്യാൻ തോന്നുന്നുണ്ടാകും. ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്ന തരത്തിലൊരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ 6 of Cupsന്റെ എനർജി ഇവിടെ കാണുന്നത്. കുറേ പേർക്ക് റിയൂണിയൻ ആണ് കേട്ടോ. നിങ്ങളുടെ ചൈൽഡ്ഹുഡിലുള്ള വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ പാസ്റ്റിലുള്ള വ്യക്തികളുമായിട്ട് ഒരു റീയൂണിയൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ചിലർക്ക് പറഞ്ഞല്ലോ, അതായത് നിങ്ങളുടെ അതായത് നിങ്ങൾ കളിച്ചു വളർന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരു വീടെടുക്കാൻ തീരുമാനിക്കുകയോ വീടിന് വേണ്ടിയുള്ള സ്ഥലം നോക്കുകയോ ചെയ്യുന്നതുമായിരിക്കാം. അതാണ് 6 of Cups എന്ന് പറയുന്നത്. അടുത്ത കാർഡ് മൂൺ എന്നുള്ള കാർഡാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഇൻഡ്യൂഷനൊക്കെ തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾ ഇൻഡ്യൂറ്റീവ് ആവുന്നു എന്നുള്ള തരത്തിലൊരു എനർജിയാണ്. ചിലർക്ക് ഇത് സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ലഭിക്കുന്നു. അത് നാച്ചുറലായിട്ടുള്ള ചിലപ്പോൾ അനിമൽസ് നിന്നായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സയൻസ് നിന്നായിരിക്കും, എന്തെങ്കിലും സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും എന്ന്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ റെയിൻബോ തൂവലുകൾ. റെയിൻബോ ചിലപ്പോൾ നിങ്ങൾ ആകാശത്ത് തന്നെ കാണണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കാണുമ്പോഴോ ചിത്രങ്ങൾ കാണുമ്പോഴോ റിപ്പീറ്റഡ്ലി നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് അതിലൂടെയൊക്കെ ചില സയൻസ് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് മൂൺ എന്നുള്ള കാർഡ് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത് എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഒരു
നിങ്ങൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയും അതിനെക്കുറിച്ച് ഓർക്കുകയും അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു രജാവ് പോലെ തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ ഇന്നത്തെ ദിവസം പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡ്രീംസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ലഭിക്കും എന്നുള്ളത് കൂടിയാണ്. അതുപോലെ ചിലർക്കൊക്കെ ഒരു സ്പിരിച്വലി പോകുന്ന വ്യക്തികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ഇന്നത്തെ ദിവസം കണക്ട് ആവാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ചിലർക്കൊക്കെ കാണുന്നത്. ചിലർക്കൊക്കെ നിങ്ങൾ പേടി കൊണ്ട് എന്തോ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട്, അതായത് നിങ്ങൾക്കൊരു കാരണവുമില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി തോന്നുകയാണ് എന്നുള്ളതാണ്. എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ പേടി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ അത് പലതരത്തിലാവാം കേട്ടോ. പേടി എന്ന് പറയുമ്പോൾ ചിലർക്ക് സ്വപ്നങ്ങളുടെ എന്തെങ്കിലും കണ്ടതിൻ്റെ പേടിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒരു ഉള്ളിലൊരു ഇത് തോന്നുന്നുണ്ടാവും, എന്തോ സംഭവിക്കും എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടാവാം എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഈ എന്താ പറയുക, പൊതുവേ ഈ കാലാവസ്ഥാപരമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു പേടി ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു ആങ്സൈറ്റി നിങ്ങൾക്ക് ഉണ്ടാവും, ഫിയർ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ചിലർക്കൊക്കെ ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ ഒരു ഇല്യൂഷനിലാണ് നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണം, ഒരു ഇല്യൂഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഇവിടെ മൂൺ കാർഡ് ഇന്നത്തെ ദിവസം കാണിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളൊരു ഹീൽഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ആ ഒരു പേടിയുടെ അവസാന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മൂൺ കാർഡിൽ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇതൊക്കെ ആ ഒരു ഇതിലൂടെ വരുന്നൊരു കാര്യം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡ്യൂഷൻ തോന്നുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ നന്നായി മെഡിറ്റേറ്റ് ചെയ്ത്, അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണോ അതൊന്ന് ജേണൽ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ മൂൺ കാർഡ് ഇവിടെ പറയാനുള്ളത്. ഇത് 7 ഓഫ് പെന്റക്കിൾസിന്റെ ഇവിടെ ഇപ്പോൾ ഫാമിലിയുമായിട്ടുള്ള ഒരു ബന്ധം ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് വായിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയെ പോലെ കാണുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക. അവരിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം അറിയാനുണ്ടാകും എന്നുള്ളതാണ്. എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് നിങ്ങൾ സംസാരിച്ച് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക. അവിടെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടാകും ഈ ഒരു ദിവസം കഴിഞ്ഞാൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മൂൺ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസറിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ, അതിനുള്ളൊരു ക്ലൂ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ അതിനെ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാസ്റ്റിലെ ഇല്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ചിലർക്കൊക്കെ ആ ഒരു നിങ്ങൾക്ക് തന്നെ തോന്നുന്ന കാര്യങ്ങളുണ്ടാവും, അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം, അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ ചിലർക്കൊക്കെ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റബിലിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ള കൂടി ഇവിടെ മൂൺ കാർഡിലുണ്ട്. ചിലരുടെ എനർജിയാണ് ഇവിടെ പറയുന്നത്. 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് അടുത്തതായിട്ട്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളൊരു വെയിറ്റിംഗ് മോഡിലാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സക്സസ്ഫുൾ ആണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു കാര്യം നിക്ഷേപിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ റിസൾട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ പണം ആവശ്യമുണ്ടാവും. ഇവിടെ പെന്റക്കിൾസിന്റെ എനർജിയാണ്. പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ നിങ്ങളിലേക്ക് അത് എത്താനുള്ള സമയമായിട്ടില്ല. ചിലപ്പോൾ അതിന്റെ നിങ്ങൾ നിക്ഷേപം നടത്തിയതാണെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഒരു വെയിറ്റിംഗ് എനർജിയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ചിലരൊക്കെ അതിൽ വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്, പണത്തെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഒരു ബിഗ്ഗർ പിക്ചറിലേക്ക് ആക്കിയിട്ട് കാണാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തന്നെയാണ്, തീർച്ചയായിട്ടും ലഭിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ എത്രയാണോ നിക്ഷേപിച്ചത് അത് വലിയ രീതിയിൽ വരുന്നു എന്നുള്ള രീതിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കുറേ പേർ കഠിനമായി, അതായത് നിങ്ങൾ വിത്തിട്ടിട്ട് അതിൻ്റെ വളർച്ചയ്ക്കായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, നിങ്ങളുടെ എഫേർട്സ് എവിടെയും പോകില്ല, അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളോട് കാത്തിരിക്കാനും ക്ഷമയോടെ ഇരിക്കാനുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ചിലർക്കൊക്കെ എന്താണ്, നിങ്ങൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഷെയറൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന തരത്തിലൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അത് നിങ്ങൾ എത്രയാണോ എൻ്റെ ഹൈപ്പ് വിചാരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഇതിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിൽ പറയാനുള്ള ഗൈഡൻസ്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അടുത്തത്. അതായത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിരിക്കും, കൺട്രോൾഡ് ആയിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡർ കൂടിയായിരിക്കും നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എമ്പതി ഉണ്ടാവും, സഹാനുഭൂതി ഉണ്ടാവും, അതുപോലെ വളരെയധികം സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനും. അതായത് നിങ്ങൾ പല സ്റ്റേജുകളിലൂടെ ഇമോഷണലി ഒരുപാട് സ്റ്റേജിലൂടെ കടന്ന് വന്നിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വികാരങ്ങളെ മനസ്സിലാക്കാനും
അത് ക്ഷമയോടെ കേൾക്കാനും അവർക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞു കൊടുക്കാനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് ഇവിടെ ചിലർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരെങ്കിലും ഇന്നത്തെ ദിവസം ഓരോ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളത് വളരെയധികം ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു സമാധാനം അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ക്ഷമയും സഹനവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയുടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എക്സ്പ്രസീവ് ആയിരിക്കില്ല, നിങ്ങൾ പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്താണ് വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഫാമിലിയുമായിട്ടൊക്കെ ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാം, ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ എക്സ്പ്രസീവ് ആകണം എന്നുള്ളൊരു ഗൈഡൻസ് കൂടി ഇവിടെയുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ്പ്രസീവ് ആവുക, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരിടത്തേക്ക് ഇന്നത്തെ ദിവസം പ്രകടിപ്പിക്കണം. നിങ്ങളത് ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട, പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഒരു ഗൈഡൻസ് ആയിട്ട് പറയുകയാണ്. മറ്റുള്ളവരുടെ അടുത്തേക്ക് നിങ്ങൾ ക്ഷമയോടുകൂടി അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളോട് ഇവിടെ പറയാനുള്ളത്, അതായത് ഒരുപാട് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് വരാം. കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണല്ലോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ മെച്ചുറായിട്ട് ആ ഒരു പാകതയോടുകൂടി നിങ്ങൾ പെരുമാറുക എന്നുള്ളൊരു ഗൈഡൻസ് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ ഓറ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതും കൂടി ഇവിടെ പറയാനുണ്ട്. കാരണം ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഓറയിൽ അത് കയറാനും നിങ്ങൾ ഒരു നെഗറ്റീവ് എന്ന രീതിയിൽ ചിന്തിക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ഓറ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതും കൂടി കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലൂടെ ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയാനുണ്ട് എന്നുള്ളതാണ്. അടുത്ത 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റിലും ചിലപ്പോൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. നിങ്ങളെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു സ്ഥാനം അവിടെ അവർക്ക് നേരായിട്ടുള്ള വഴിയിൽ ചിലപ്പോൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരെന്താണ്, ഒരു പഴുതിനായിട്ട് കാത്തു നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകും. അത് ഇന്നത്തെ ദിവസം വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിവരങ്ങൾ, ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ സോഴ്സസ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്ത് വില കൊടുത്തും നിങ്ങളെ പരാജയപ്പെടുത്തി മുന്നോട്ടേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം സൂക്ഷിക്കണം, ഫയൽസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് ആലോചിച്ച് ഇതിന് ശേഷം അതിൻ്റെ വരും വരായികളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ ഒരു ഗോസിപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ ബുള്ളി ചെയ്യാനുള്ള ഇതൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിലപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പുള്ള വ്യക്തികളൊക്കെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഒരു ഗോസിപ്പൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതായത് നിങ്ങളെ മോശപ്പെട്ട വ്യക്തിയാക്കാനായിട്ട്, അങ്ങനെ ചിത്രീകരിക്കാനായിട്ട് അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് ഇന്നത്തെ ദിവസം വരും എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഒരു കോമ്പറ്റീഷനാണ് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കണമെന്ന് മനസ്സിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ വിജയിക്കണം അല്ലെങ്കിൽ എനിക്ക് വിജയിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയോ ഇന്നത്തെ ദിവസം വേണ്ട. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത ഇന്നത്തെ ദിവസം വേണ്ട എന്നുള്ളതാണ് ഇവിടെ ചിലർക്കൊക്കെയുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ട, മറ്റുള്ളവരെ പരാജയപ്പെടുത്തണം, എനിക്ക് ഈ സ്ഥാനം എന്ത് വില കൊടുത്തും ഞാനിത് നേടും എന്നുള്ള സെൽഫിഷ് ആയിട്ടുള്ള തിങ്കിങ് ഒന്നും ഇന്നത്തെ ദിവസം വേണ്ട എന്നുള്ളത് ചിലരോട് ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജോലിയിലൊക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ അതിൻ്റെ എല്ലാ വശവും നല്ല രീതിയിൽ പരിശോധിച്ചിട്ട് മാത്രം ചെയ്യുക. ഒരു പ്രശ്നവുമില്ലാതെ അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഒരു ന്യൂനതകളും ഇല്ല എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ താഴ്ത്താൻ വേണ്ടിയിട്ടും ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാം വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളതും ഇവിടെ 5 ഓഫ് സോർഡ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളതും കൂടെ നോക്കുക. പറ്റാവുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ആയി നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. മറ്റുള്ളവരുടെ എനർജി നിങ്ങളിലേക്ക് വരാതിരിക്കാൻ നോക്കുക. 5 ഓഫ് സോർഡ്സിൻ്റെ എനർജി അതാ പറയുന്നത്. അടുത്ത 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു ഫാമിലി റിലേറ്റഡ് ഒരു കാർഡാണിത്, 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം ഇടപഴകുക. അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ
അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം, ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയുള്ള, അതായത് ഒരു ഗെറ്റ് ടുഗദർ നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു കല്യാണമോ അങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നിങ്ങൾ ഇന്ന് പങ്കെടുക്കുകയും കൂടുതൽ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് 10 ഓഫ് പെൻഡക്കിൾസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാമിലിയുടെ എല്ലാ നീഡ്സും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഉള്ള സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഉള്ള സ്വത്തുകൾ നിങ്ങളിലേക്ക് ലഭിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വത്ത് കൈമാറുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ഡെപ്പോസിറ്റ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക, വീട് വാങ്ങുക, ഒരു അസറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അസറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുന്ന തരത്തിലൊരു എനർജി ഒക്കെ ഇവിടെ കാണുന്നു. അത് നിങ്ങളുടെ ഫാമിലിയിൽ ഭാവിയിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക് അതൊരു മുതൽക്കൂട്ടാകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് 10 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി. അതുപോലെ തന്നെ പണം നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് ചിലവാക്കുക. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റെബിലിറ്റി എന്നുള്ള ഇതിലേക്ക് 10 ഓഫ് പെൻഡക്കിൾസിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സോഴ്സസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. മറ്റുള്ളവർ പലതിലും പണം നിക്ഷേപിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കുന്ന തരത്തിലൊരു എനർജി ഇതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 5 ഓഫ് സോഴ്സും കൂടെ വന്നുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴായാലും അത് എന്ത് സ്കീമാണ്, എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇടാം, എങ്ങനെ ചെയ്യാം, ഇരട്ടിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ മണി ബാഡ് കർമാസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളത് ഇവിടെ പറയാനുണ്ട്. അതുപോലെ പുതിയ സംരംഭം തുടങ്ങാം എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്താണ്, അതിലെന്താണ് നിങ്ങൾക്ക് ലാഭം, എങ്ങനെയാണ് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തൊക്കെ വരും വരായികളൊക്കെ ചിന്തിച്ചിട്ട് മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അതുപോലെ ചിലർക്കൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വീട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഡൊമസ്റ്റിക് ആയിട്ട് ഒരു ഫാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്ന തരത്തിലൊരു എനർജി കൂടിയുണ്ട് കേട്ടോ 10 ഓഫ് പെൻഡക്കിൾസിൽ. അടുത്തത് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളിലേക്ക് ഒരു തുടക്കമാണ് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്. അതായത് ഒരു പുതിയ പ്രൊജക്റ്റ് നിങ്ങളുടെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തിരി നിങ്ങളിലേക്ക് വരുന്നു, ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു പാഷൻ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ എന്തൊക്കെയോ ചെയ്യണം, പലതും ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് നിങ്ങളിലേക്ക് വരുന്നു. അതിനുള്ള ഒരു ദിശാബോധം നിങ്ങളിലേക്ക് വരുന്നു, ഒരു വിൽ പവർ നിങ്ങളിലേക്ക് വരുന്നു, ആഗ്രഹം നിങ്ങളിലേക്ക് ഉടലെടുക്കുന്ന തരത്തിലൊരു എനർജി, ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബിഗിനിങ് ആണ് കേട്ടോ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവസരങ്ങൾ വരുന്നുണ്ട്. ചിലർക്കൊക്കെ ഗ്രോത്ത് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൺസിന്റെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് വരുന്നു, നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് സ്ലിപ്പ് ചെയ്ത് പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അത്രയും നല്ല രീതിയിലുള്ള അവസരമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്. അതിനെ ശ്രദ്ധയോടുകൂടി നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റുമോ, ഇത് അതായത് അവനവൻ്റെ പാഷനാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ചെയ്യുക. എല്ലാത്തിലും പോയിട്ട് തലവെച്ച് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടോ, നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള മനസ്സിതിനെ സ്വീകരിക്കുന്നുണ്ടോ, ഇതാണോ എൻ്റെ പാഷൻ എന്ന് ചിന്തിച്ചിട്ട് മാത്രം അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ ഏസ് ഓഫ് വാൺസിൽ ഗൈഡൻസ് ആയിട്ട് പറയേണ്ടത്. അടുത്തത് 3 ഓഫ് വാൺസ് ആണ്. അതുപോലെ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം ഇതൊരു ഭാവിയിലേക്കുള്ള വലിയൊരു ആഘോഷത്തിൻ്റെ തുടക്കമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഒരു പ്രിപ്പറേഷൻ ആട്ടോ വരുന്നത്. നിങ്ങളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, അത് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലൊരു യാത്രയായിരിക്കാം. കാരണം നിങ്ങൾ ഒരു ജോലി തേടി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന തരത്തിലൊരു കോഴ്സിന് വേണ്ടി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിൻ്റെ സാധനങ്ങളൊക്കെ നോക്കാനും ഒക്കെ പോകുന്നതായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം അതിനുള്ള ഒരു പ്രോഗ്രസ് വരുന്നു, പ്രിപ്പറേഷൻ നടത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കുന്ന തരത്തിലുള്ള ഇതാണ് കാണുന്നത്. ചിലർക്കൊക്കെ ഓവർസീസ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ടേക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒരു മുന്നോട്ടേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ ഒരു എക്സ്പാൻഷൻ ആണ് വരുന്നത്. അതായത് നിങ്ങൾ ഇവിടെ നാട്ടിൽ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് മറ്റൊരു സ്ഥലത്ത് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുതിയ ബ്രാഞ്ചസ് നിങ്ങൾ തുടങ്ങാനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതുമായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ 3 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ പറയുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഒരു ട്രാവൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെയും കൊണ്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതുമായിരിക്കാം. എയർ ട്രാവൽ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ 3 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്.
ഇതും ഒരു തുടക്കത്തിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ഒരു പുതിയൊരു ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പലർക്കും ഒരു പുതിയ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത്. സ്പിരിച്വാലിറ്റിയിലേക്കുള്ള തുടക്കം, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ടാവും. പുതിയൊരു പ്രപ്പോസൽ, മാരേജ്, അതുപോലെ ഒരു കുട്ടി പിറക്കുന്നതായിരിക്കാം. നിങ്ങൾ വളരെയധികം കമ്പാഷനായിട്ടായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്ന തരത്തിൽ ഒരു ഫീലിംഗ്, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ നല്ല രീതിയിലുള്ള ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു കപ്പ് ഡിവൈൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, പുതിയ തുടക്കങ്ങളാണ്. വീണ്ടും തുടക്കത്തിൻ്റെ കാർഡ് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പലരും വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്നും പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഫുൾ കാർഡും ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏസ് ഓഫ് കപ്സും ഫുൾ കാർഡും ഉണ്ട്. അപ്പോൾ ഒരുപാട് നല്ല തുടക്കങ്ങളാണ്. ക്രിയേറ്റീവ് ഐഡിയാസ്, പുതിയ സ്നേഹം, പുതിയ റിലേഷൻഷിപ്പ്, പുതിയ കോഴ്സ്, അല്ലെങ്കിൽ പുതിയ ബിസിനസ്, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല തുടക്കങ്ങൾ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നു. വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ആയിട്ടുള്ള റീഡിങ്. അപ്പോൾ എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. വീഡിയോ നല്ല ലെങ്തി ആവുന്നുണ്ട് തോന്നുന്നു, കാരണം അത്രയും കൂടുതൽ ഇങ്ങനെ പറയുന്നതാണ്. യെസ്, നോക്കൂ, ഓപ്പർച്യൂണിറ്റി. യെസ്, അത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഏഞ്ചൽസും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർഗീവ്നെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ, ഫോർഗീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ട സമയമാണ്. എങ്കിലാണ് നിങ്ങൾ പുതിയ തുടക്കങ്ങളും ഹീലിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ ഫോർഗീവ് ചെയ്യാനുള്ള ഇവിടെ എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അതുപോലെ നിങ്ങൾ ഷെയർ മാർക്കറ്റിലായാലും എല്ലാ കാര്യത്തിലായാലും നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഏഞ്ചൽസും പറയുന്നത്. ഒരു കാർഡ് കൂടെ നോക്കാം. റിമെയിൻ പോസിറ്റീവ്. നിങ്ങളോട് എന്താണ് പറയുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ചിന്തകളൊന്നും വേണ്ട, പോസിറ്റീവായിട്ട് ഇരിക്കാൻ തന്നെയാണ് ഏഞ്ചൽസും പറയുന്നത്. ടേക്ക് ആക്ഷൻ. അപ്പോൾ നിങ്ങളോട് ഒരു ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ഷൻ എടുക്കാൻ, ഇതും ഒരു തുടക്കത്തിൻ്റെ കാർഡാണ്. ടേക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു തുടക്കമാണ്, ഒരു പ്രോഗ്രസ് ആണ്. അതായത് തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. കണ്ടോ, നിങ്ങൾ സ്റ്റാർ ആവാൻ പോവുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സിലും ഫുള്ളും പറഞ്ഞത്. നിങ്ങളൊരു സ്റ്റാർ ആവാൻ പോവുകയാണ്. അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കൂ. ഇനിയും ആലോചിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. അതിനെ കണ്ണു തുറന്ന് കാണുക, മുന്നോട്ടേക്ക് പോവുക. വേഗം ഒന്ന് റൊമാൻസ് ഏഞ്ചൽസും കൂടി എടുക്കാം കേട്ടോ. സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക്. വീണ്ടും പറയുന്നത് നിങ്ങളോട് പോസിറ്റീവായി ഇരിക്കാൻ തന്നെയാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുക. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫേറ്റ് വിൽ ബ്രിങ് യു റൊമാൻസ്. അപ്പോൾ നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്, അതൊന്നും വേണ്ട, പോസിറ്റീവായിട്ട് ഇരിക്കുക, മുന്നോട്ടേക്ക് പോകുക. സ്പീഡി ആയിട്ട് എടുക്കുക കേട്ടോ. മേക്ക് ദി എഫേർട്ട്. അപ്പോൾ നിങ്ങളോട് വീണ്ടും പറയുന്നത് എന്താണ്? നിങ്ങൾ എഫേർട്ട് എടുക്കുക, വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദി സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. നിങ്ങൾ എടുക്കാനുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുക. അവിടെ ടേക്ക് ആക്ഷൻസ് എന്നാണ് പറയുന്നത്, ഇവിടെ ടേക്ക് ആക്ഷൻസ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, മുന്നോട്ടേക്കുള്ള സ്റ്റെപ്സ് എടുക്കുക. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. അപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങളെ തന്നെ ആദ്യം, അതായത് സെൽഫ് ലവ് ആണ് പറയുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുക. എങ്കിലാണ് കൂടുതലും നിങ്ങൾക്ക് റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് ആവാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. ട്രൂ ലവ്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രൂ ലവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ് ഇസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ലവ്, ഒരു ട്രൂ ലവ് വരുന്നുണ്ട്. എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ളതൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുക. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക, എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്കിനൊപ്പം എന്ത് ചെയ്യുക, ഹൈ പോയിന്റും കൂടെ ഒന്ന് കൊടുക്കുക. നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എനർജീസൊക്കെ ക്ലെയിം ചെയ്യാൻ മറക്കരുത്. എനർജീസൊക്കെ ക്ലെയിം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.